അശ്വതി നമസ്കാരത്തിലാണ്. എന്റെ ലേൺ വൈസ് ജേർണി എന്ന് പറഞ്ഞാൽ 2022 തൊട്ടിട്ട് ഞാനുണ്ട്. ലേൺ വൈസിൽ ജോയിൻ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു വെച്ചാൽ എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു സ്വപ്നമാണ്. ഞാൻ ഡിപ്ലോമ ആണ് എന്റെ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഡിപ്ലോമ പഠിക്കുന്ന സമയത്ത് തന്നെ ഡിഗ്രി പഠിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും പറഞ്ഞു എനിക്ക് രണ്ടും കൂടി പറ്റില്ല പറഞ്ഞു. അപ്പൊ ശരി നമുക്ക് വേണ്ട, അപ്പൊ വേണ്ട, നമുക്ക് BANS ഡിപ്ലോമ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഡിപ്ലോമ നന്നായിട്ട് തന്നെ പാസ്സായി. അതിനുശേഷം എന്റെ മോൾക്ക് 6 മാസമുള്ള സമയത്താണ് ഞാന് ലേൺ വൈസ് കാണുന്നത്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ശരി നമുക്ക് ഡിഗ്രി എന്നുള്ള സ്വപ്നം ഇപ്പോഴാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലായി. ലേൺ വൈസിൽ ജോയിൻ ചെയ്തു. എനിക്ക് മെന്റേഴ്സ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം നമുക്ക് ഡിഗ്രി പെട്ടെന്നൊന്നും പഠിച്ച് തീരാൻ പറ്റില്ല. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആ ടൈമിൽ കയ്യിലില്ല. പിന്നെ മാം അന്നത്തെ മെന്റേഴ്സ് റോഷിനി മാം ആണെന്ന് തോന്നുന്നു, എന്നെ നല്ല പുഷ് ചെയ്തിട്ടാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. കുട്ടീനെ നോക്കണം, എനിക്ക് പഠിക്കും വേണം, രണ്ടും ആയപ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ പഠിച്ചു. ഫസ്റ്റ് ഇയർ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഇയറും കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറും കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ എന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഇപ്പോ ഫസ്റ്റ് ഇയറിലുള്ള സ്റ്റുഡൻസിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ടൈം ടേബിൾ അനുസരിച്ചിട്ട് പഠിക്കുക. ഫസ്റ്റ് ടൈം ടേബിൾ അനുസരിച്ച് വീഡിയോസ് കാണുക. പിന്നെ അതിൽ തന്നെ വാല്യൂ ആഡഡ് നോട്ട് ഉണ്ട്, എക്സാം വീഡിയോ ഉണ്ട്, പിന്നെ പ്രീവിയസ് ഇയർ അസൈൻമെന്റ്സ് ഉണ്ടാവും, അതും നോക്കുക. വായിച്ചു നോക്കുക, പഠിക്കേണ്ട ആവശ്യം വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഞാനൊക്കെ എക്സാമിന്റെ 1 വീക്ക് മുന്നേ ആണ് വെറുതെ വായിച്ചിട്ട്, എനിക്ക് അപ്പൊ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ മാം പറയും ടെൻഷൻ അടിക്കണ്ട, ഒരു പേടിയും ഇല്ല, ഡിഗ്രി എഴുതാൻ നല്ല സ്മൂത്ത് ആയിട്ട് കഴിയും. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കും വാല്യൂ ആഡഡിനോടും എക്സാം പീഡിയും ടെക്സ്റ്റും ഒക്കെ വായിച്ച ഐഡിയ വെച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. പറഞ്ഞ പോലെ നല്ല മാർക്കും ഉണ്ടായിരുന്നു. എനിക്ക് ലേൺ വൈസ് ആണ് എന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ലേൺ വൈസിൽ ചേർന്നിട്ടില്ല എന്ന് പറഞ്ഞു, പക്ഷെ എന്റെ ഡിഗ്രി എന്നുള്ളൊരു സ്വപ്നം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റായിരുന്നില്ല. ആ ടൈമിൽ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഡിഗ്രി ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ പറയണു എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് പറ്റി, ഡിഗ്രി എടുത്തു. എനിക്കിപ്പോ ഫൈനൽ ഇയർ എക്സാം റിസൾട്ട് വെയിറ്റ് ചെയ്യാണ്. എനിക്ക് ഉറപ്പാണ് ഞാൻ എന്തായാലും പാസ്സാവുമെന്ന്. കാരണം ലേൺ വൈസ് ഇല്ലെങ്കിൽ ഞാൻ പാസ്സാവില്ല, അതാണ് സത്യം. ലേൺ വൈസിൽ ഓരോ എല്ലാം നമുക്ക് ലൈവ് സെഷൻ ആയിക്കോട്ടെ, വാല്യൂ ആഡഡ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് വായിച്ച് മനസ്സിലാവണ പോലെയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, നമുക്കത് മനസ്സിലാവും. പിന്നെ റെക്കോർഡഡ് വീഡിയോസും അതെല്ലാം നമ്മൾ കമ്പൽസറി ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലൈവ് സെഷൻസ് ഒക്കെ എല്ലാ ടോപ്പിക്കും ചുരുക്കിയിട്ട് എല്ലാം പറഞ്ഞു തരും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും എല്ലാം. നമുക്ക് ഡിഗ്രി കിട്ടും എന്ന് എന്തായാലും മനസ്സിലാവും. പിന്നെ നമുക്ക് വേറൊരു ലേൺ വൈസിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ EEP ആണ്. EEP എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഡിഗ്രി സ്റ്റുഡൻസ് ആണ്, അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് തുടങ്ങിയതാണ് EEP. എനിക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്, അവിടെ പഠിച്ച എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോ EEP കൊണ്ടുവന്ന ലേൺ വൈസിനും എന്റെ താങ്ക്സ്. പിന്നെ എന്താണ് പറഞ്ഞത്, ഇപ്പോ ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്തപ്പോ തന്നെ എനിക്ക് ഡിഗ്രി എന്നുള്ളൊരു സ്വപ്നം എനിക്ക് സാക്ഷാത്കരിക്കാൻ പറ്റി. അതുകൂടെ തന്നെ ഇപ്പൊ ഞാൻ മെഡിക്കൽ കോഡിങ്ങും കഴിഞ്ഞു. മെഡിക്കൽ കോഡിങ് കഴിഞ്ഞപ്പോ ഇപ്പൊ ഞാൻ അബ്രോഡിൽ ജോലിക്ക് പോണ സമയത്ത് അവര് പറയുന്നത് ഡിഗ്രി കമ്പൽസറി ആണെന്നാണ് പറയുന്നത്. പക്ഷെ അന്ന് ഞാൻ ഡിഗ്രി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് അബ്രോഡിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് ഡിഗ്രിയും ആ ടൈമില് ചെയ്യാൻ പറ്റി. ഇപ്പൊ മെഡിക്കൽ കോഡിങ്ങിനും ഡിഗ്രി ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും എനിക്ക് ഡിഗ്രി എടുത്തത് നല്ലൊരു കാര്യമായിട്ട് തന്നെ കരുതിയത്. പിന്നെ 3 വർഷം എന്റെ എത്ര പെട്ടെന്നാ കഴിഞ്ഞതെന്ന് എനിക്കിപ്പോഴും ആലോചിക്കാൻ പറ്റുന്നില്ല. 22 to 25 എത്ര പെട്ടെന്നാ കഴിഞ്ഞത് ഞാനിപ്പോ ഇതാക്കണം. എല്ലാവരും പറഞ്ഞു ഡിഗ്രി എടുത്തു കഴിഞ്ഞു വെച്ചാൽ വേണ്ട, ഡിഗ്രി എന്തിനാ നീ എടുക്കണെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് എന്റെ ഒരു തീരുമാനം ലേൺ വൈസ് എല്ലാം കൊണ്ടും എന്റെ ഡിഗ്രി സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയി. താങ്ക് യു ലേൺ വൈസ്.